ഹലോ. അപ്പോൾ ഇന്ന് മുതൽ പ്രീ മാർക്കറ്റ് വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഡെയിലി മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് അത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 4th ആണ്. ഓഗസ്റ്റ് 4th മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ്. ഈ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ ബേസിക്കലി നോക്കുന്നത് നിഫ്റ്റിയെ ഇമ്പാക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള നിഫ്റ്റി ഓപ്ഷൻ ട്രേഡേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റി ഓപ്ഷൻ ട്രേഡേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നിഫ്റ്റിയെ എന്തൊക്കെ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, എന്തൊക്കെ ന്യൂസസ് നിഫ്റ്റിയെ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പിന്നെ ടെക്നിക്കലി എന്തൊക്കെ ആ ഒരു ദിവസം നമ്മൾ വളരെ റിലവൻ്റ് ആയിട്ട് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ബേസിക്കലി ഒന്ന് ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അലേർട്ട്നെസ് കൊടുക്കാൻ വേണ്ടിയാണ് പ്രീ മാർക്കറ്റ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും ഒരു ട്രേഡിംഗ് അഡ്വൈസ് അല്ല, ആ രീതിയിൽ എടുക്കാതിരിക്കുക. എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് മാത്രം എടുക്കുക. നിങ്ങളുടെ വ്യൂ എന്താണോ ആ വ്യൂവിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഇപ്പോൾ മേജറായിട്ടുള്ള ന്യൂസസ് അല്ലെങ്കിൽ മേജറായിട്ടുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ ഉള്ള എന്തെങ്കിലും ഒരു സിഗ്നൽസ് അല്ലെങ്കിൽ സെൻറ്റിമെൻ്റൽ ഇൻഡിക്കേറ്റേഴ്സിലുള്ള സിഗ്നൽസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാർക്കറ്റിൽ കണ്ട ചില കാര്യങ്ങൾ, അത് എങ്ങനെ ആ ദിവസം പെർട്ടിക്കുലർലി മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള എൻ്റേതായിട്ടുള്ളൊരു വ്യൂ ആണ് ഞാൻ ബേസിക്കലി പ്രീ മാർക്കറ്റിലെ റിപ്പോർട്ടിൽ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി ഓഗസ്റ്റ് 4ലെ കാര്യം പറയുവാണെങ്കിൽ, അതായത് ഇന്നത്തെ കാര്യം പറയുവാണെങ്കിൽ, ഇന്ന് ബേസിക്കലി ഒരു മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ന്യൂസസ് ഇല്ല. പക്ഷേ ഫ്രൈഡേയിൽ വന്ന ചില ന്യൂസസ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രൈഡേയിൽ വന്ന ന്യൂസസ് എന്ന് പറയുമ്പോൾ ഫ്രൈഡേയിൽ നമുക്ക് രണ്ട് ഡേറ്റ, എക്കണോമിക് ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, എൻ്റെ സിസ്റ്റം ഒന്ന് ഓൺ ചെയ്യും. ഓക്കെ, ഫ്രൈഡേയിൽ രണ്ട് എക്കണോമിക് ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഈ എക്കണോമിക്കൽ കലണ്ടറിൽ കാണാം. ഈ എക്കണോമിക്കൽ കലണ്ടറിൽ ഫ്രൈഡേയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ലോൺ ഗ്രോത്തിൻ്റെ ഒരു ഡേറ്റയും അതുപോലെ തന്നെ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഡേറ്റയും വന്നിട്ടുണ്ടായിരുന്നു ഫ്രൈഡേയിൽ. ഫ്രൈഡേ മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടാണ് വന്നത്. അതായത് 5 മണിക്കാണ് വന്നിരിക്കുന്നത്. ലോൺ ഗ്രോത്തും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഗ്രോത്തും ഇന്ത്യയുടെ, പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ലോൺ ഗ്രോത്ത് കണ്ടോ? ലോൺ ഗ്രോത്തിന് ഫോർകാസ്റ്റ് ഇല്ല, പക്ഷേ ബേസിക്കലി അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡെപ്പോസിറ്റ് റേറ്റ് കൺസിസ്റ്റൻ്റ് ആണ്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രൈഡേയിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ആൾറെഡി നിഫ്റ്റിയിൽ ഇത് ഫാക്ടർഡ് ഇൻ ആയിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റിമെൻ്റ് ആണിത്. അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടറാണ്. മാർക്കറ്റിനെ ഇന്ന് ഇമ്പാക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ ബാക്കിയുള്ള ന്യൂസസ് പോലെ ട്രംപിൻ്റെ താരിഫ് അങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാം ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ന്യൂസാണ്. ഇനി റഷ്യ ഉക്രൈൻ വാറിലുള്ള പുതിയ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ന്യൂസസ് ആണ്. അതിൽ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി റഷ്യക്ക് ബേസിക്കലി യുക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം നിർത്തിയില്ലെങ്കിൽ പുതിയ സാങ്ഷൻസ് റഷ്യക്ക് ഉണ്ടാവും 8ാം തീയതി മുതൽ, ഓഗസ്റ്റ് 8ാം തീയതി മുതൽ എന്ന് ട്രംപ് പറയുകയുണ്ടായി. അതും ഓൾറെഡി ഡിസ്കൗണ്ടഡ് ന്യൂസാണ്. പക്ഷേ 8ാം തീയതി അല്ലെങ്കിൽ പുതിയ ട്രംപിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള കമൻസോ അല്ലെങ്കിൽ ആക്ഷൻസോ ഡെഫിനറ്റ്ലി മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാം. ഇനി നമ്മുടെ FIDIസിൻ്റെ ഒരു ഡേറ്റ നോക്കുവാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഓഗസ്റ്റ് 1 ഡേറ്റയാണ്. അതായത് പ്രീവിയസ് ഡേയിലെ ഡേറ്റ ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഫ്രൈഡേയിലെ ഡേറ്റയാണ്. ഫ്രൈഡേയിലെ ഡേറ്റയിൽ ഫ്യൂച്ചേഴ്സിൽ അവർ നല്ല രീതിയിൽ സ്ട്രോങ് സെല്ലാണ്. അതുപോലെ തന്നെ ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസിൽ കാണാം കോള് സെല്ല് ചെയ്തിട്ടുണ്ട്, കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുട്ട് ഓപ്ഷൻസ് ബൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബെയറിഷ്. സ്റ്റോക്കിലും സെല്ലാണ്. ഇനി പ്രോ ട്രേഡേഴ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പ്രോ ട്രേഡേഴ്സും ഇതുപോലെ പുട്ട് ഓപ്ഷൻ ബൈയും കോൾ ഓപ്ഷൻ സെല്ലും ഒക്കെ ഉണ്ട്. ക്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ബേസിക്കലി ഒരു ബൈ പൊസിഷനിലാണ്. എല്ലാവരും സ്ട്രോങ് ബൈ പൊസിഷനിലാണ്. പക്ഷേ ഇവിടെ ഒത്തിരി സ്ട്രോങ് ആയിട്ടാണ് FIസിൻ്റെ പൊസിഷൻസ് എല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ സോൾഡ് ആണോ മാർക്കറ്റ് എന്നൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമുണ്ട്. FIസിൻ്റെ ഡേറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പ്രോസിൻ്റെ ഡേറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവരൊരു ബെയറിഷ് സൈഡിലാണ്. അത് ജസ്റ്റ് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റിന്. പിന്നീട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്ത ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ, ബേസിക്കലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നൈറ്റാണ്.
ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഏഷ്യൻ മാർക്കറ്റൊന്നും ഇപ്പോൾ ഓപ്പൺഡ് അല്ല. എന്നാലും അത് ക്ലോസ് ചെയ്തേക്കുന്നത്, ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ ക്ലോസ് ചെയ്തേക്കുന്നത്. ജാപ്പനീസ് മാർക്കറ്റ് ആണെങ്കിലും, ജാപ്പനീസ് മാർക്കറ്റ് ഇവിടെ, ജാപ്പനീസ് മാർക്കറ്റ്, ചൈനീസ് മാർക്കറ്റ്, ഹോങ്കോങ് മാർക്കറ്റ് എല്ലാം ഫ്രൈഡേയിൽ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണ്. ഇനി യു എസ് മാർക്കറ്റ്സ് ആണെങ്കിൽ യു എസ് മാർക്കറ്റ് ഡൗ ജോൺസും S&P എക്സും ഒക്കെ സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ ഇൻഡെക്സും എല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ക്ലോസിംഗ് ആണ്. അതുകൊണ്ട് വേൾഡ് ലെവലിലുള്ള സെൻറ്റിമെൻറ്റ് ബേസിക്കലി നെഗറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻ്റ് ആണ് ഉള്ളത്. ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് ഫീൽ ചെയ്ത 1-2 കാര്യങ്ങളാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ബേസിക്കലി ബാങ്ക് നിഫ്റ്റിയുടെ CPR എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ CPR ഞാനൊരു 5 മിനിറ്റാണ് ബേസിക്കലി നോക്കുന്നത് ഇൻട്രാഡേക്ക് വേണ്ടി. അപ്പോൾ ഇൻട്രാഡേക്ക് വേണ്ടി 5 മിനിറ്റ് CPR എന്നുള്ള രീതിയിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി ചെക്ക് ചെയ്താൽ മനസ്സിലാവും ബാങ്ക് നിഫ്റ്റിയുടെ ഈ CPR ലെവലിന് താഴെയാണ് മാർക്കറ്റ്. ഓക്കെ, CPR ലെവലിന് താഴെയാണ്. ഒരു മീഡിയം വിഡ്ത്തിൽ ഒരു CPR എന്നുള്ള രീതിയിലുള്ള ഒരു ലൈൻസ് കൂടെ വന്നിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മേ ബി ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരിക്കാം സംഭവിക്കുക. ബട്ട് ബാങ്ക് നിഫ്റ്റി പ്രീവിയസ് ഡേയിൽ ഒരു ബെയറിഷ് ആണ്. ഇനി IT ഇതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ IT ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ IT ഇൻഡെക്സും കുറച്ച് നാരോ ആയിട്ടുള്ള CPR ലെവലിന് താഴെയാണ് IT ഇൻഡെക്സ് ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു നെഗറ്റീവാണ് മാർക്കറ്റിന്. ബേസിക്കലി ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള, അതായത് CPR നാരോ ആവും തോറും മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള ചാൻസ് കൂടുന്നു എന്നാണ് ലോജിക്. ഇതെല്ലാം പ്രോബബിലിറ്റിയാണ്, എല്ലായ്പ്പോഴും ശരിയാവണമെന്നൊന്നുമില്ല, പക്ഷേ ഒരു സെൻറ്റിമെൻറ്റ് കാണിക്കുന്നതാണ്. CPRന് താഴെയാണെങ്കിൽ യൂഷ്വലി ആ ഒരു ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി ബെയറിഷ് മോഡിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുക. പ്രോബബ്ലി ബെയറിഷ് മോഡിലായിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഒരു കമ്പാരിറ്റീവ്ലി ഒരു ബെയറിഷ് ആയിട്ടുള്ള കാര്യമാണ് മാർക്കറ്റിന്. ഇനി നമുക്ക് സെക്ടോറിയൽ ഇൻഡെക്സസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സെക്ടോറിയൽ ഇൻഡെക്സസിൻ്റെ വോളിയം പ്രൊഫൈൽ, സെക്ടോറിയൽ ഇൻഡെക്സ് അല്ല, നിഫ്റ്റിയുടെ തന്നെ സെഷൻസ് വോളിയം പ്രൊഫൈൽ. നിഫ്റ്റിയുടെ സെഷൻ വോളിയം പ്രൊഫൈൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സെഷൻ വോളിയം പ്രൊഫൈലിൽ ഇവിടെ വന്നിരിക്കുന്ന സെഷൻ വോളിയം പ്രൊഫൈൽ ഒരു കൈൻഡ് ഓഫ് എ പി ഷേപ്ഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് നമുക്ക് പറയാം. 2 D അല്ലെങ്കിൽ 2 P എന്നുള്ള രീതിയിലുള്ള പ്രൊഫൈലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏകദേശം. അപ്പോൾ ഈ പ്രൊഫൈലിൽ യൂഷ്വലി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫൈലിന് മുകളിൽ പോവുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലല്ല, ഈ പ്രൊഫൈലിന് മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ, താഴത്തെ വോളിയം നോഡ് വരികയാണെങ്കിൽ, ഇവിടെ ഏറ്റവും അധികം ട്രേഡ് നടന്നിരിക്കുന്നത് ഈ ഒരു വോളിയത്തിലാണ്, അല്ല ഈ ഒരു വോളിയം നോഡിലാണ്. അപ്പോൾ ഈ ഒരു വോളിയം നോഡിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ താഴത്തെ ലോവർ വോളിയം നോഡിൽ നിന്ന്, അതായത് സെക്കൻഡ് ആയിട്ട് വരുന്ന ഹയസ്റ്റ് വോളിയം നോഡിൽ നിന്ന് മാർക്കറ്റ് റിട്ടേൺ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് തിയറി. അപ്പോൾ ആ തിയറി അനുസരിച്ച് നോക്കിയാൽ മാർക്കറ്റ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ഹയർ വോളിയം നോഡിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അത് ഇനി ഒന്ന് തിരിച്ചു വരണം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് ക്രാഷ് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ മേ ബി ബൈ എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു താഴോട്ട് പോയാലേ ഒന്ന് തിരിച്ച് കയറി വരാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഈ ഒരു സെഷൻസ് വോളിയം പ്രൊഫൈൽ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിനെ. അതുപോലെ തന്നെ ഈ സെഷൻസ് വോളിയം പ്രൊഫൈലിൽ ബയ്യർ സെല്ലേഴ്സിൻ്റെ കൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വലുതാക്കി കാണിച്ചു തരാം. ഇതൊന്ന് ജസ്റ്റ് വലുതായി കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കമ്പാരിറ്റീവ്ലി ഇവിടെ ഒരു SVP എന്നുള്ളതിനകത്ത് നമ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. SVP നമ്പേഴ്സിൽ ഇവിടെ ഏറ്റവും അധികം ട്രേഡ് നടന്നിരിക്കുന്ന ഏരിയയിൽ കുറച്ച് സെല്ലേഴ്സ് കൂടുതലാണ്. പക്ഷേ മറ്റ് ഏരിയകളിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും കമ്പാരിറ്റീവ്ലി ബയർ കൗണ്ട് കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ 10 മില്യൺ ബയർ കൗണ്ട് ഉണ്ട്, സെലർ കൗണ്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെ എല്ലാം കമ്പാരിറ്റീവ്ലി ബയർ കൗണ്ട് കുറച്ച് കൂടുതലാണ്. ബയർ കൗണ്ട് ഇവിടെ എല്ലാം അതുപോലെ തന്നെ ബയർ കൗണ്ട് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഫ്രൈഡേയിൽ ക്ലോസ് ആയിരിക്കുന്നത് ബയർ കൗണ്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ് സെല്ലർ കൗണ്ടിനെക്കാളും എന്നുള്ള രീതിയിലാണ് ഓരോരോ ഡിഫറെൻറ്റ് പ്രൈസ് ലെവലിൽ നോക്കിയാൽ. അത് മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതേ പാറ്റേണിലാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിക്ക് അവിടെ ഒരു കൈൻഡ് ഓഫ് സപ്പോർട്ട് അത് പിക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് സെഷൻസ് വോളിയം പ്രൊഫൈൽ നമ്മളോട് കൺവേ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഓർഡർ ഫ്ലോയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓർഡർ ഫ്ലോയിൽ ശരിക്കും പ്രീവിയസ് ഒരു
പ്രീവിയസ് ഡേ എന്നുള്ള രീതിയിൽ നോക്കിയാൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എന്നുള്ള രീതിയിൽ നോക്കിയാൽ ഈ ഇവിടെ ഇതിനകത്ത് ഓർഡർ ഫ്ലോയിൽ കാണിക്കുന്നത് ഈ നടുക്കത്തെ ലൈൻ എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. ഡെൽറ്റ എന്ന് പറയുമ്പോൾ എന്തോരം ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഗ്യാപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി താഴെ കാണിക്കുന്നത് ബേസിക്കലി എത്ര ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ബയർ സെല്ലർ കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് 500 ആയിരുന്നു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള സെല്ലർ കൗണ്ട് വന്നിരിക്കുന്നത് ഇവിടെ. ഇനി മുകളിലോട്ട് പോയാൽ ഈ ഒരു പെർട്ടിക്കുലർ ബാറിൽ സെല്ലേഴ്സാണ് കൂടുതൽ, 70 സെല്ലേഴ്സാണ്, 70K സംതിങ് സെല്ലേഴ്സാണ് കൂടുതൽ. അതുകൊണ്ട് ഇത് ക്യുമുലേറ്റീവായി 500 പ്ലസ് 70K എന്നുള്ള രീതിയിൽ 571K സെല്ലേഴ്സായി. അതുപോലെ ഇവിടെ കണ്ടോ, ഇവിടെ 16, ഇവിടെ 571. അപ്പോൾ ഇതിങ്ങനെ ആഡ് ചെയ്ത് ക്യുമുലേറ്റീവ് ഉള്ള ഡേറ്റയാണ് ഏറ്റവും താഴെ കാണിക്കുന്നത്. നടുക്ക് ഓരോ ക്യാൻഡിലിൻ്റെയും ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും തമ്മിലുള്ള ഡെൽറ്റ മീൻസ് ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ നടുക്കത്തെ ക്യാൻഡിലിൽ കാണിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കിയാലും ഫ്രൈഡേയുടെ ക്ലോസ് നോക്കിയാൽ ഫ്രൈഡേ ബേസിക്കലി സെല്ലേഴ്സാണ് കൂടുതൽ, മാർക്കറ്റിനെ സെല്ല് ചെയ്ത് ക്രഷ് ചെയ്തിട്ടേക്കുകയാണ്, മാർക്കറ്റിനെ സെല്ല് ചെയ്ത് ക്രാഷ് ചെയ്തിട്ടേക്കുകയാണ്. അപ്പോൾ ഇനി മൺഡേയിൽ ഇത് എങ്ങനെയാവും എന്നുള്ള രീതിയിൽ നമുക്കറിയില്ല. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 2 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസസ്, മേജർ ന്യൂസസ് ആയിട്ടുള്ള പക്ഷേ റിലീസ് ചെയ്തേക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് റിലീസ് ചെയ്തേക്കുന്ന 2 ഡേറ്റ, ആ ഡേറ്റ പോസിറ്റീവായിട്ടുള്ള ഡേറ്റയാണ്. ലോൺ ഗ്രോത്ത് അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് കൺസിസ്റ്റൻ്റ് ആണ്. ഇനി ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇൻക്രീസ് ആയിട്ടുണ്ട്, അത് പോസിറ്റീവാണ്. FIDIസിൻ്റെ പൊസിഷൻ, FIസിൻ്റെ പൊസിഷൻ അത്ര ബെറ്റർ പൊസിഷൻ അല്ല, ബെയറിഷ് പൊസിഷനിലാണ് ഫ്രൈഡേയിലെ ക്ലോസിങ് അനുസരിച്ച്. ഇനി ഏഷ്യൻ മാർക്കറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിലും ഫ്രൈഡേ ഒന്ന് ബെയറിഷ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ CPR നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും അതൊരു ബെയറിഷ് ലെവലിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ CPR. IT ഇൻഡെക്സിൻ്റെ CPR നോക്കിയാലും ഒരു ബെയറിഷ് ആയിട്ടുള്ള ലെവലിലാണ്. എന്നാൽ നിഫ്റ്റിയുടെ സെക്ടോറിയൽ സെഷൻസ് വോളിയം പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സെഷൻ വോളിയം പ്രൊഫൈലാണ് ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഓർഡർ ഫ്ലോ അനാലിസിസ് നോക്കിയാലും ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റയിൽ നിന്നെല്ലാം ഒരു കൈൻഡ് ഓഫ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും സെല്ല് കണ്ടിന്യൂ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മാർക്കറ്റിൽ. പക്ഷേ മാർക്കറ്റ് ഒത്തിരി സെല്ല് ചെയ്ത് താഴോട്ട് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും മാർക്കറ്റ് വളരെ രീതിയിൽ മുകളിൽ നിന്ന് സെല്ല് ചെയ്ത് താഴേക്ക് വന്നേക്കുകയാണ്. അപ്പോൾ ഇനി ഒരു ബൗൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബൗൺസിൻ്റെ മൂവ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ കറണ്ട് സെൻറ്റിമെൻറ്റ് ഡെഫിനറ്റ്ലി സെല്ലിലാണ്. നിങ്ങൾ സെല്ലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റൈസ് ഓൺ സെല്ല് മാത്രം ചെയ്യുക. സേഫ് ആയിട്ടുള്ള റൈസ് ഓൺ സെല്ല്, ഓപ്ഷൻ ഇൻട്രസ്റ്റ് ലെവൽസും എല്ലാം നോക്കിയിട്ടുള്ള രീതിയിൽ സെല്ല് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇറ്റ്സ് ജസ്റ്റ് എൻ്റെ ഒരു തോട്ടാണ്, എൻ്റെ ഒരു വ്യൂ ആണ്. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു വ്യൂവിൽ മാത്രം ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റട്ടെ. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ